യദുവിനെ എങ്ങനെയും പൂട്ടാൻ അന്തംകമ്മി പോലീസ്. മേയർ KSRTC ഡ്രൈവർ തർക്ക വിഷയത്തിൽ എങ്ങനെയും യദുവിനെ പൂട്ടുക എന്ന ലക്ഷ്യം വെച്ച് പോലീസ്. കാറിൽ സഞ്ചരിച്ച മേയർ ആര്യ രാജേന്ദ്രനും അടുത്തിരുന്ന ബന്ധുവിനും നേരെ അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന കേസിൽ KSRTC ഡ്രൈവർ യദു ഓടിച്ച ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി. പോലീസിന്റെ ആവശ്യപ്രകാരമാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ബസിന്റെ വേഗപ്പൂട്ടും GPS-ഉം പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. എന്നാൽ ബസ്സിൽ ഡ്രൈവറുടെ ക്യാബിനിൽ ഇരുട്ടത്തിരുന്ന് എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചാൽ എങ്ങനെയാണ് പുറകിൽ ഒരു ചെറുകാറിന്റെ പിൻസെറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരികൾ ഇത് കണ്ടത് എന്ന് പരിശോധിച്ചോ എന്നറിയില്ല. ഇനി കാണിച്ചാൽ തന്നെ നിരവധി ആളുകളുള്ള റോഡിൽ ഇത് ഇവരെയാണെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി എന്നും അന്വേഷിച്ചോ എന്നും അറിയില്ല. എന്നാൽ കൃത്യമായ തെളിവുകളുള്ള സൂപ്പർ ഫാസ്റ്റിനെ അമിത വേഗത്തിൽ പുറകെ പാഞ്ഞ് ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ ബസ്സിന് കുറുകെ നിർത്തി മാർഗതടസ്സമുണ്ടാക്കി യാത്രക്കാരെ പാതിരാത്രി പെരുവഴിയിൽ ഇറക്കിവിട്ട ഡ്രൈവറെ കയ്യേറ്റം ചെയ്തു എന്ന വിഷയത്തിൽ വ്യാജ പരാതി കൊടുത്ത് ഒരു യുവാവിന്റെ അന്നം മുടക്കിയ കേസിൽ യാതൊരു അന്വേഷണവും കാര്യമായി ഇതുവരെ നടത്തിയില്ല, നടപടിയും ഉണ്ടായിട്ടില്ല. യദുവിനെതിരെ മേയർ നൽകിയ പരാതിയിൽ കുറ്റപത്രം എത്രയും വേഗത്തിൽ സമർപ്പിക്കണം എന്ന മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിശോധനകൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് മെയ് 21-ന് മജിസ്ട്രേറ്റിന് മുന്നിൽ മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഇതിനു മുൻപായാണ് ബസ് MVD-യെ കൊണ്ട് പരിശോധിപ്പിച്ചത്. എന്തൊക്കെ പരിശോധിക്കണമെന്ന് പോലീസ് MVD-ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. പട്ടം മുതൽ പാളയം വരെ യദു ഓടിച്ചിരുന്ന ബസ് മേയർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ മറികടക്കുവാൻ തെറ്റായ ദിശയിലൂടെ അതിവേഗത്തിൽ ഓടിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതിയിൽ പറയുന്ന ഭാഗങ്ങളിൽ എത്ര വേഗത്തിൽ ബസ്സിന് സഞ്ചരിക്കാനാവും എന്നറിയുവാനാണ് വേഗപ്പൂട്ട് പരിശോധിച്ചത്. എന്നാൽ 2 മാസത്തിലേറെയായി ബസ്സിന്റെ വേഗപ്പൂട്ട് ഇളക്കിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് പോലും. GPS-ഉം ഏറെ നാളായി പ്രവർത്തിക്കുന്നില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി. മേയർ കൊടുത്ത പരാതി സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുവാനാണ് പോലീസിനും MVD-ക്കും മുകളിൽ നിന്നുള്ള സമ്മർദ്ദം. 2 മാസമായി KSRTC ബസ്സിന്റെ വേഗപ്പൂട്ട് ഇളക്കിയിട്ട രീതിയിലാണെങ്കിൽ അതിന് യദുവിനെ എങ്ങനെ കുറ്റം പറയുവാൻ സാധിക്കും? എല്ലാ ദിവസവും സർവീസ് കഴിഞ്ഞ് യാർഡിൽ കയറ്റുന്ന വണ്ടി പരിശോധിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി അടുത്ത ദിവസം സർവീസ് നടത്തുവാൻ വണ്ടി പെർഫെക്റ്റ് ആണ് എന്ന സർട്ടിഫൈ ചെയ്യേണ്ടെന്ന വർക്ക്ഷോപ്പ് ഡിപ്പാർട്ട്മെന്റാണ് ഇവിടെ കുറ്റക്കാർ. അതുപോലെ GPS-ഉം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? യദുവാണോ? ഒരു എംപാനൽ ജീവനക്കാരനായ യദു മാത്രമാണോ ആ വണ്ടി ഓടിക്കുന്നത്? വേഗപ്പൂട്ടില്ലാതെയും GPS ഇല്ലാതെയും 2 മാസം ഓടി എന്ന് ഈ മലരന്മാർക്ക് എങ്ങനെ മനസ്സിലായി? 2 മാസം ഇവന്മാർ ഇത് മനസ്സിലാക്കിയിട്ടും ആരെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ഇത്രയും കാലം മിണ്ടാതിരുന്നത്? ഇത് സൂപ്പർവൈസ് ചെയ്യുവാൻ ഡിപ്പാർട്ട്മെന്റിൽ ആരുമില്ലേ? ഇതുപോലെ എത്ര KSRTC ബസ്സുകൾ നിരത്തിൽ വേഗപ്പൂട്ടില്ലാതെ GPS പ്രവർത്തിക്കാത്ത സർവീസ് നടത്തുന്നുണ്ട്? നിരപരാധികളുടെ മരണത്തിന് കാരണമായിട്ട് പിന്നെ ഒരു അന്വേഷണം നടത്തിയിട്ട് കാര്യമുണ്ടോ? സരിതയുടെ കാറിന്റെ ബലത്തിൽ മാത്രം മന്ത്രിയായ മോന്റെ തള്ളിന് എന്നാൽ യാതൊരു കുറവുമില്ല. വണ്ടിയോടിപ്പ്, ലൈസൻസ് പരിഷ്കരണം, എന്തൊക്കെ പുകിലാണ് ഇവൻ നടത്തുന്നത്. ഇതാ ടയർ പോലുമില്ലാതെ വണ്ടികൾ ഓടിക്കുന്നു. എല്ലാ കാര്യത്തിലും പുലി പോലെ നിന്ന ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ്. മേയർ വിഷയത്തിൽ ഇടപെട്ടൊന്ന് പണിമേടിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ഇത്തരം തേഞ്ഞ കുറ്റപത്രവുമായി കോടതിയിൽ വന്നാൽ പണി കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എന്നിട്ടും ഇതൊക്കെ ചെയ്യുവാനുള്ള തൊലിക്കെട്ടി ഈ അന്തംകമ്മികൾക്ക് ഈ ലോകത്തിലുള്ളൂ. ഇന്ന് കേട്ട ഒരു തമാശ കേൾക്കാം. 8 മമ്മൂഞ്ഞു പോലും ഇത് കേട്ട് ചിരിച്ച് ചാകും. സോഫ്റ്റ്വെയർ രംഗത്തെ നിക്ഷേപങ്ങളിൽ ഏഷ്യയിൽ 1-ാമൻ തിരുവനന്തപുരമാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. തീർന്നില്ല. സോഫ്റ്റ്വെയർ അനുബന്ധ മേഖലകളിലെ നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമായ ലോകത്തിലെ 24-ാമത്തെ നഗരമാണ് തിരുവനന്തപുരമെന്നും ഫേസ്ബുക്കിലെ കുറിപ്പിൽ ആര്യ പറയുന്നു. സ്മാർട്ടാകുന്ന നഗരം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നുവെന്നും മേയർ വെച്ച് കാച്ചിയിട്ടുണ്ട്. തിരുവനന്തപുരം ആ നേട്ടം കൈവരിച്ചെങ്കിൽ ഈ അന്തംകമ്മിണിച്ചിക്ക് എന്ത് കാര്യം എന്നാണ് ചോദ്യം. കോർപ്പറേഷനിൽ തീവട്ടിക്കൊള്ള നടത്തുവാൻ, ഒരു അന്തംകമ്മിണി കൊച്ചിനെ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുവാൻ മുൻപിൽ ഡമ്മിയായി ഇരുത്തിയിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഇതിലൊന്നുമില്ല. മൃഗശാലയിൽ കിടക്കുന്ന സിംഹം പ്രസവിച്ചെങ്കിൽ കോർപ്പറേഷന്റെ വാതിക്കൽ കിടക്കുന്ന ചാവാലിക്ക് അതിന്റെ പിതൃത്വത്തിൽ എന്തവകാശം? പിന്നെ ഈ ഒരു നേട്ടം എടുത്തു പറയാതിരിക്കുവാൻ പറ്റില്ല. വേറെ ഏതോ ആണുങ്ങൾ ഉണ്ടാക്കിയ MS ഓഫീസും എക്സലും കൊടുത്ത് കരിമണൽ കർത്തന്മാരുടെ കയ്യിൽ നിന്നും 1.25 കോടി മേടിച്ച എക്സ്ട്രാ ലോജിക്കുള്ള മുടുക്കികളും ആ തൊട്ടുമേടിച്ചു മകളുടെ നേർച്ചപ്പെട്ടിലിട്ട അപ്പനും അധിവസിക്കുന്നത്
തിരുവനന്തപുരത്തെ ക്ലിപ്പ് ഹൗസിലാണ് എന്നതാണ് തലസ്ഥാന നഗരത്തിലെ കമ്മിക്കുട്ടന്മാരുടെ അഭിമാനം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.